അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ കുറച്ചൊരു ലോങ് വീഡിയോ ആണ്. ഇഷ്ടമാണെങ്കിൽ ഫുള്ളും കാണാൻ ശ്രമിക്കണേ, കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ഞാൻ പറയുന്നതിന് പുറമേ കേൾക്കുന്ന എൻ്റെ മോളെ സൗണ്ടാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണോ, അവളിവിടുന്ന് കലവിലിയാക്കുന്നതാണ്. അപ്പോൾ ഈ വലിയ ബാഗുമായിട്ട് ഇരിക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ, മോളെ പഴയ കുറച്ച് ഡ്രസ്സെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഇതിപ്പോൾ കുറച്ച് നല്ല ഡ്രസ്സുകൾ അത്യാവശ്യമായിട്ട് അങ്ങനെയല്ല, ഓരോ ഫങ്ഷൻസ് ഇട്ടതും അങ്ങനത്തെ കാര്യങ്ങളിലെ ഡ്രസ്സാണ് കേട്ടോ ഈ ബാഗിലുള്ള. കുറേ ഇനിയും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ച് ഓരോന്നും ഓരോ കവറിലെല്ലാം ആക്കിയിട്ട് നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതാണ് ആദ്യമായിട്ടിട്ട ഡ്രസ്സ്. ഈ വെള്ള ഡ്രസ്സിൽ കെട്ടുന്ന അത് മാറ്റിയിട്ട് കുട്ടിക്കുപ്പായം പോലത്തെ അത് മാറ്റിയിട്ട് ആദ്യമായിട്ടിട്ട കളർ ഡ്രസ്സാട്ടോ ഇത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത നോക്കാം. ഇനി അടുത്തത് ഇത് പേര് വിളിക്ക് ഇട്ട് കൊടുത്ത ഡ്രസ്സാണ്. ആ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഇട്ട ഷോക്സും അങ്ങനത്തെ തലയിൽ ഇടുന്ന ഹെയർ ബാൻഡ് അങ്ങനത്തെയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം കാണിക്കുന്ന ഷോക്സാണ് കാണിക്കുന്നത്. 2 ഷോക്സ് ഉണ്ടായിരുന്നു അന്ന്. 2 ഷോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏതാ ഇടുകയെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത്, മറ്റേത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് പിന്നെ തലയിലിട്ട് കൊടുത്ത ഹെയർ ബാൻഡ് ആട്ടോ അന്ന് ഇട്ട് കൊടുത്ത. അന്നത്തെ എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലർ വിചാരിക്കും എന്തിനാ വിളി, പക്ഷെങ്കിൽ ഒരു രസം കാണാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. പിന്നെ ഇതാണ് ഡ്രസ്സ്, നല്ല ഡ്രസ്സായിരുന്നു, എല്ലാവർക്കും അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ക്ലിയറായിട്ട് അത്ര കളറ് കാണുന്നില്ല, എന്നാൽ നേരിട്ട് കാണാൻ നല്ല അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മടക്കി വെക്കാം, അല്ല പിന്നീട് വലിയൊരു പണിയായിരിക്കും. ഞാൻ ആ കവറിൽ തന്നെ നേരിട്ട് അങ്ങോട്ട് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എല്ലാം മാറി മറിഞ്ഞ് ഇപ്പോൾ മോള് വന്ന് എല്ലാം വലിച്ചിടും. അതിന് മുന്നേ എല്ലാം എടുത്ത് വെക്കണം. അങ്ങനെ എല്ലാം ഭദ്രമാക്കിയിട്ട് അതിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ 28 ദിവസം കഴിഞ്ഞിട്ടല്ല കേട്ടോ, 40 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെയാണ് കഴിച്ച പേര് വിളിച്ചത്. ചിലവർ അങ്ങനെയാണല്ലോ, 28 ദിവസം കഴിഞ്ഞാൽ കഴിക്കുന്നവരുണ്ട്, 40 ദിവസം കഴിഞ്ഞാൽ അങ്ങനെ കേട്ടോ. പിന്നെ തീരെ വണ്ണമില്ലാത്തതുകൊണ്ട് 40 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കഴിച്ചത്. പിന്നെ ഇത് അടുത്തത്, പിന്നെ ഇത് ഈ അടുത്ത കാണുന്നത് എല്ലാം കളർ മാച്ചായിട്ട് കേട്ടോ ഡ്രസ്സ് വാങ്ങിച്ച്. ഡ്രസ്സും പിന്നെ ഷൂവും ഷോക്സും തലയിലിടുന്നതും ഹെയർ ബാൻഡും ഒക്കെ ആയാൽ. പിന്നെ ഇത് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, പ്രസവിച്ചിട്ട് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഉള്ള ഡ്രസ്സാണ് ഇത്, ഹെയർ ബാൻഡ്. ഡ്രസ്സിൻ്റെ എന്തെല്ലോ മുമ്പിലുള്ള കുറച്ച് സാധനങ്ങൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഷൂ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂ കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഷൂ ആയിരുന്നു. ഒന്നും ആയിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെയുണ്ട്. ഡ്രസ്സിൻ്റെ ചെറിയ എന്തോ വന്നിട്ടേ ഉള്ളൂ, നല്ല മഞ്ഞ കളറ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓഫായിട്ടൊന്ന് ഓണാക്കാൻ പോയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോന്ന് അങ്ങനെയെല്ലാം ഓർഡർ ചെയ്ത സാധനങ്ങളുടെ കവറിൽ ഞാൻ ഇട്ട് വെക്കും. പിന്നെ എക്സ്ട്രാ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ കവറിൽ നല്ലതല്ലേ, അതുകൊണ്ട് ഡ്രസ്സൊന്നും അഴുക്കാകാണ്ട് നല്ലതിൽ സൂക്ഷിക്കാമല്ലോ, അതുകൊണ്ട് അങ്ങനത്തേൽ ഇട്ട് വെച്ചിട്ടോ. എല്ലാം ഇത് അതേപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലം എത്തുമല്ലോ. ഇതേപോലത്തെ കവറിലിട്ട് വെച്ചാൽ അതിൻ്റെ ഈ ജിമിക്ക് മിന്നുന്ന സാധനങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും പോകാറുണ്ട്, സൂക്ഷിച്ച് വെക്കാമല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ ഓരോ വഴിക്കാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഡ്യൂട്ടീസ് അന്നേരം കുറയല്ലോ, പിന്നെ ഇതെല്ലാം നമ്മൾ തന്നെ എടുത്ത് വെക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ ഇനി അടുത്ത നോക്കാം കേട്ടോ, എല്ലാം ഓരോ സൈഡിൽ ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഏറ്റവും നല്ല അടിപൊളി ഡ്രസ്സാണ്, നല്ല പിങ്ക് കളറിൽ വരുന്നത്. ഇതിട്ട് ഒറ്റൊരു പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇതെൻ്റെ സിസ്റ്റർ വാങ്ങിച്ചു കൊടുത്തതാണ്. നല്ല അടിപൊളി ഡ്രസ്സാണ്, പക്ഷേങ്കിൽ കുറച്ച് ചെറുതായതുകൊണ്ട് ഒറ്റൊരു ഫോട്ടോഷൂട്ടിനങ്ങാറ്റേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ വീഡിയോന് ശേഷം കാണിച്ചു തരാം, ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മോള് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് വലിച്ചിടുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. മോള് ആടുന്ന് ഒരു സൈഡിൽ നിന്ന് അവളെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടങ്ങാറാക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവൾ കാണിക്കുന്നത് വെച്ചാൽ ബർത്ത്ഡേക്ക് നമ്മൾ അലങ്കരിക്കാൻ ഉള്ള കർട്ടൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ബർത്ത്ഡേക്ക്. അപ്പോൾ അതാണ്. പിന്നെ ഈ കവറിലുള്ളത് കുറച്ച് അവളുടെ ക്യാപ്പും പിന്നെ കുഞ്ഞി ഷൂസ് കാര്യങ്ങളെല്ലാം. കുറേ ഷൂസ് ഉണ്ടായിരുന്നു, അതിൽ നിറയുണ്ട് കേട്ടോ, ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ബ്ലാക്കൊക്കെ ആരോഗ്യ ഗിഫ്റ്റ് കൊടുത്തതാണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക്.
ഇതേ ഷൂസ് ഷോക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇനിയെല്ലാം അതുപോലെ തന്നെ എടുത്ത് വെക്കാം. പിന്നെ എല്ലാത്തിലും അത് തന്നെയാണ് കേട്ടോ, കുറേ ചപ്പൽസും കാര്യങ്ങളിലെല്ലാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ ഒന്ന് കാര്യമാക്കണ്ട. പിന്നെ എല്ലാം ഒരു സൈഡിൽ ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം കേട്ടോ. ഞാൻ ഉള്ളിൽ നിന്ന് പരതുന്നുണ്ട്, പരതി ഓരോ ഞാൻ സ്പെഷ്യലായിട്ടുള്ളതേ കാണിച്ചു തരുന്നുള്ളൂ. പിന്നെ ഇത് വേറെ ഒരു ഉടുപ്പാണ്, നല്ല അടിപൊളി ഉടുപ്പാണ്. പിന്നെ ഇതിൽ കുറേ പ്രാവശ്യം ഇട്ടതാട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. പിന്നെ എനിക്ക് ജലദോഷമായതുകൊണ്ട് സൗണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ട്, അതൊന്ന് എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റായ ഉടുപ്പാണ്. ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു, കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇട്ടിട്ടുള്ള ഫോട്ടോസെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി, എന്നാലും കുറേ ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോറ് കൊടുക്കാൻ പോകുമ്പോൾ ഇവിടെ കുന്നത്തൂർ പള്ളിയില്ലേ, അവിടെ ചോറ് കൊടുക്കാൻ പോകുമ്പോൾ ഇട്ടൊരു ജാക്കറ്റാണ്. ഇതിൻ്റെ ഒരു പാൻറ്റും ഉണ്ട്. ഇപ്പോൾ ഇതേ എടുത്ത് വെച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു, പാൻറ്റ് വേറെ എവിടെയായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാട്ടോ, അതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഇട്ട് നോക്കൂ. കയറിയൊന്നുമില്ല, ചെറുതായിട്ടുണ്ട്, എന്നാലും അവൾ ഇട്ട് നോക്കൂ. പിന്നെന്താ വേറെ നമുക്ക് നോക്കാം കേട്ടോ. ഇത് നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇതിൽ ഒരുപാട് ഫോട്ടോസ് എടുത്ത ഡ്രസ്സാട്ടോ ഇത്. ഞാൻ അങ്ങനെ ഓരോ സ്പെഷ്യലായിട്ടുള്ളതാണ് ഞാൻ ഓരോന്ന് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഏതാ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പരതുവാണ്. പിന്നെ ഇതിൻ്റെ ഇത് വിട്ടിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട്, കുറേ ഏതെല്ലാം ഉണ്ട്. അപ്പോൾ അവളൊരു സൈഡിലേക്ക് ഞാൻ മാറ്റി ഇരുത്തുന്നുണ്ട്. എൻ്റെ അടുക്ക് ഓളോരോന്ന് ഇട്ട് നോക്കുന്നുണ്ട്. ഇതിട്ടിട്ട് ഈ ഡ്രസ്സ് നമ്മൾ പറഞ്ഞല്ലേ, അതും ഓരോ ഫോട്ടോസ് എടുത്ത് അങ്ങനെയുള്ള ഡ്രസ്സുകൾ. പിന്നെ അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ എന്താ അടുത്ത കെട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ഉള്ളതൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഒറ്റയ്ക്ക് ഓരോ ഫോട്ടോസ് എടുക്കാൻ മാത്രം ഇട്ടതാണ്. പിന്നെ ഈ നെറ്റിൻ്റെയും കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ ഇടുമ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഇടാറില്ല അവൾ, അതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ച ഡ്രസ്സാട്ടോ. കാണാൻ നല്ല രസമുണ്ട്, നല്ല ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെങ്കിൽ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ ദേഹത്തൊക്കെ കൊണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടില്ല. പിന്നെ അത് അടിപൊളി ഡ്രസ്സാട്ടോ, എനിക്ക് ഇഷ്ടമായിന്, കളറൊക്കെ എനിക്ക് ഇഷ്ടമായിന്. പക്ഷെ എനിക്ക് അത്രയും ഇട്ടിട്ടുള്ളൂ. ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ ഇട്ട് ഞാൻ ഇതിൻ്റെ അവസാനം ചേർക്കാം കേട്ടോ ഫോട്ടോ. പിന്നെ അതേ അടുത്തത് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്, ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് കുറേ പ്രാവശ്യം അത്യാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ 1-2 ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതും അങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കാം. അതിൽ നോക്കി ജിമിക്ക താഴെ വീണിട്ട് ആകെ ഇതാട്ടോ, അതുകൊണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഇത് ഇട്ടിട്ടേ ഇല്ല കേട്ടോ, ഇതുവരെ ഇട്ടിട്ടില്ല. കാണാനെല്ലാം അടിപൊളിയാണ്, പക്ഷെ ഇട്ടാൽ ദേഹത്ത് കുത്തുന്നതുകൊണ്ട് അതും അങ്ങനെ ഇട്ട് കൊടുക്കാതെ വെച്ചതാണ്. പിന്നെ അത് വേഗം ചെറുതായി പോവുകയും ചെയ്യുന്നുണ്ട്, കുട്ടികളല്ലേ വേഗം നീളം വെക്കുന്നതുകൊണ്ട് അതങ്ങനെ ചെറുതായി ഇതായിട്ടാണ്. പിന്നെന്താ ഇത് നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇത് ഏതോ 2-3 വട്ടം ഇട്ടിട്ടുണ്ട്, ഓരോ ഫങ്ഷൻസിന് മാത്രം. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയുള്ളൂ. പിന്നെ എനിക്ക് അധികം ഇട്ട് കൊടുക്കാൻ ഇഷ്ടം ഈ ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ ആട്ടോ എനിക്കിഷ്ടം. അതാകുമ്പോൾ നമുക്ക് കംഫർട്ടാണല്ലോ, നമുക്ക് എടുക്കാനായാലും ഒക്കെ കംഫർട്ടാണ്. പിന്നെ അപ്പോൾ നമുക്ക് അതും അങ്ങോട്ട് മാറ്റി വെക്കാം. നല്ല അടിപൊളി ഡ്രസ്സാട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ലതാണ്. അപ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ അവളെൻ്റെ കൂടെ തന്നെ വലിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കുട്ടി ഉടുപ്പ്, കുറേ ഉണ്ട് ഇതുപോലത്തെ കുട്ടി ഉടുപ്പുകൾ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. പിന്നെ ഇതും അല്ല ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയത്, ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയത് അധികം ഉള്ളത്. പിന്നെ കിട്ടിയതെല്ലാം നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല, സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ കൂടിയാട്ടോ വെച്ചിന്. പിന്നെ ഇതൊരു മിഡി ടോപ്പ്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അന്നേരം നല്ല ഫാഷനായിരുന്നത്, അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഏതാ ഉള്ളത് വെച്ചാൽ ഏതൊക്കെയോ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പരതി എടുക്കുകയാണ്. ഇത് എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചെന്ന് കേട്ടോ, ഇത് കുറേ വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായ ഉടുപ്പായിരുന്നു. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെക്കാം. എല്ലാം മറ്റേ നെറ്റിൻ്റെ മോഡലാട്ടോ. പിന്നെ ഏതാ എൻ്റെ കയ്യിലുള്ളത്, ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉപയോഗിച്ചതാണ്, നല്ല അടിപൊളി, ഇതും അടിപൊളി ഡ്രസ്സാണ്, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ഇത് കണ്ട നല്ല
ഫാഷൻ ഇതിൻ്റെ വീഡിയോയിൽ തിരിയുന്നില്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെയുള്ള ഹെയർ ബാൻഡ് ഞാൻ വെച്ചിട്ടില്ല തോന്നുന്നു, അതിപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഷൂസ്, മാച്ചായ ഷൂസ് എല്ലാം ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ മാച്ചായിട്ട് നോക്കി എടുക്കാറുണ്ട് കേട്ടോ, എല്ലാം കൂടി നോക്കിയിട്ടാണ് എടുക്കുക. അപ്പം അതും നമുക്ക് അതിൻ്റേതായ കവറിലേക്ക് മാറ്റാം. എല്ലാം ഉടനെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് ഒരു സൈഡിൽ ഇരുന്നിട്ട് ഒരാൾ വലിച്ചിടുന്നില്ല, അതുകൊണ്ട് എല്ലാം 4 വരെയാവും. അപ്പോൾ നമുക്കെല്ലാം വലിച്ചിടാം. വലിച്ചിടാന്ന് പറയുന്നത് എല്ലാം മടക്കി വെക്കുക. അപ്പോൾ അത് അതിൻ്റേതായ എല്ലാ പാക്കിൽ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ണൂർ ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് അപ്പോൾ എൻ്റെ ചില ഭാഷകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളേതായ ഭാഷയല്ല കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ മടക്കി ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട്. ഞാൻ മടക്കി വെക്കുന്നതിന് ഒരാൾ അപ്പുറത്തിരുന്നിട്ട് വലിച്ചിടുന്നുണ്ട് കേട്ടോ. ഓരോന്ന് അമ്മ ഇതെനിക്ക് രസമുണ്ട്, ഇതെനിക്ക് വേണമെന്നെല്ലാം പറഞ്ഞ് ഓരോന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അതിൻ്റേതായ സ്ഥാനത്ത് മടക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് കാണിക്കാൻ നല്ല രസമാട്ടോ, പക്ഷേങ്കിൽ അതേപോലെ മടക്കി വെക്കാനാണെന്നല്ല ഇച്ചിരി പാട്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.